ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുക. നീ പഠിച്ച കാര്യങ്ങൾ നിന്നെ ഉപദേശിച്ചു തന്നിരിക്കുന്ന ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്ന ആദ്യം തുടക്കം. അധ്യയനത്തിൽ നിന്നും ഒരിക്കലും മാറിപ്പോകരുത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നീ പഠിച്ചു, നിന്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആണെന്ന് നീ വിചാരിക്കരുത്. നീ പഠിച്ചുകൊണ്ടേയിരിക്കുക, ലൈഫ് മൊത്തം പഠിച്ചുകൊണ്ടേയിരിക്കുക. ബി എ സ്റ്റുഡൻറ്. നമ്മുടെ ബി എ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ പോസിറ്റീവായതാണ്. കാരണം ഒന്ന്, ബി എ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വാർദ്ധക്യം നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല. മെന്റൽ ഏജ് എന്ന് പറയുന്ന മാനസിക പ്രായം എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കില്ല. എപ്പോൾ നമ്മളിൽ നിന്നും ഈ ജ്ഞാനതൃഷ്ണ അണയുമോ അപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് മരിച്ചു കഴിഞ്ഞു. പിന്നെ അത് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാന്ത്രിക ജീവിതമാണ്. ഉപനിഷത്തിൽ തന്നെ ഐതരേയ ഉപനിഷത്ത്, ഞാനത് പിന്നീട് വ്യാഖ്യാനിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പൊ സാമ്പത്തികമായിട്ട് പറയാം. ഐതരേയ ഉപനിഷത്തിനകത്ത് പ്രജ്ഞാനം ബ്രഹ്മ എന്നൊരു മഹാവാക്യമുണ്ട്. ആ മഹാവാക്യത്തിൽ പറയുന്നത് എന്താണ് ഇതിന്റെ ലക്ഷണം? അറിവ് നേടാനുള്ള അവസരം കിട്ടുമ്പോൾ ബുദ്ധിക്ക് സ്വതവേ ഉണ്ടാകുന്ന ഉത്സാഹമാണ് ഈ ലക്ഷണം. പ്രജ്ഞാനം. ബുദ്ധിക്ക് അറിവ് നേടാനൊരു അവസരം കിട്ടുമ്പോൾ ബുദ്ധിക്ക് സ്വതവേ ഉണ്ടാകുന്ന ഒരു ഉത്സാഹം. നമ്മൾ വെറുതെ ഇപ്പൊ ഒരു പുതിയൊരു കാര്യം കിട്ടി, ഒരു ടെസ്റ്റ് കിട്ടി, അത് വായിച്ചു തീർക്കാൻ അല്ലെ? ചെറുതിലേക്ക് നമ്മൾ കുട്ടിക്കാലത്ത് ഒരു പുതിയ ടെസ്റ്റ് കിട്ടിയാൽ അന്ന് തന്നെ വായിക്കുന്നു. എല്ലാ ടെസ്റ്റും കൂടെ അന്ന് തന്നെ അച്ഛനോ അമ്മയോ ഇത് വാങ്ങിക്കൊണ്ട് വരും. അടുത്ത ക്ലാസ്സിലേക്കുള്ള ടെസ്റ്റുകളെല്ലാം വായിച്ചുകൊണ്ട് വരുമ്പോൾ ചില കുട്ടികളുണ്ട് അന്ന് തന്നെ എല്ലാം വായിച്ചു തീർക്കാം. വല്ലാത്ത ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ നോക്കില്ല, ആദ്യം ഒന്ന് അതിനെല്ലാം അങ്ങനെ വായിച്ച് പോകാം. ഇപ്പൊ ഇന്ന് തന്നെ എല്ലാം പഠിച്ചു തീർക്കാം എന്നൊക്കെ തോന്നുന്നവരുണ്ടല്ലോ. ഒരു പുതിയ കാര്യം നമ്മൾ അറിഞ്ഞു, ഇപ്പൊ ഇന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ഇന്ന് ന്യൂറോ സയൻസിനെ കുറിച്ചൊരു കാര്യം അറിയുന്നു. ന്യൂറോ സയൻസിനെ കുറിച്ച് ഒരു പുതിയ കാര്യം അറിയുന്നു നിങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ മിഡ് ബ്രെയിൻ, എന്താണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നതിന്റെ ആക്ഷൻ, അതിനെക്കുറിച്ച് എനിക്ക് എന്തോ ഒരു അറിവ് കിട്ടി. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് പോയി നെറ്റിലും അതിലുമൊക്കെ നോക്കി വളരെ ഉറക്കം മറന്ന് അതിന്റെ പുറകെ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതാണ് വാസ്തവത്തിൽ ഇതിന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. അപ്പൊ അധ്യയനത്തിൽ നിന്നും ഒരിക്കലും മാറാതിരിക്കുക. എന്ത് പഠിക്കുന്നതിൽ നിന്നും രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സ്വതവേ ഉത്സാഹമുള്ള കാര്യത്തിൽ മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. മറ്റൊരു കാര്യം പഠിച്ചിട്ട് എന്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടും ഒരു പ്രയോജനമില്ല. കാരണം മാനസികമായിട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. കാരണം പഠിക്കുന്നതിലല്ല, അതിന്റെ റിസൾട്ടിലാണ്. അതിന്റെ റിസൾട്ട് വഴി നിങ്ങൾക്ക് കിട്ടുന്ന വേറെ എന്തോ ഒന്നിലാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് വരാൻ പോകുന്നത്. അപ്പൊ ഈ പഠിക്കുന്ന സമയം മുഴുവൻ നിങ്ങൾക്ക് വേസ്റ്റും സ്ട്രെസ്സും, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് തീർന്നാൽ മതിയായിരുന്നു, അത് കിട്ടിയേനെ, സർട്ടിഫിക്കറ്റ് കിട്ടിയേനെ, ഇതായിരിക്കും ചിന്ത. മറ്റേതോ പഠനം വളരെ എൻജോയ്മെന്റ് ആണ്, സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം എന്നുള്ളതായിരിക്കും. ലൈഫ് അവസാനം നോക്കുമ്പോൾ മനസ്സിൽ എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു, ജീവിതം എത്രത്തോളം ആസ്വദിച്ചു, രസകരമായിരുന്നു, എത്രത്തോളം മറ്റുള്ളവർക്ക് അറിവും സന്തോഷവും സ്നേഹവും പകർന്നു കൊടുത്തു, ഇതിന്റെ ആകെത്തുകയായിട്ടാണ് വിജയപരാജയങ്ങൾ നോക്കുന്നത്. മറ്റത് ഈഗോ സാറ്റിസ്ഫാക്ഷനാണ്. ചിലത് പറയുന്ന പോലെ സുഖമാണോ, പിന്നെ മക്കളെല്ലാം ഒരു ജോലി കിട്ടി, കാറ് വാങ്ങിച്ചു, എല്ലാവർക്കും 2 നില വീടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായോ? അപ്പൊ അവിടെ എന്താണ്? പൊള്ളയായി നമ്മൾ വെച്ച് കെട്ടിയ ഒരു അഹംബോധത്തിന്റെ സാറ്റിസ്ഫാക്ഷനാണ്. എവിടെയാണ് ഇവരൊക്കെ? ഒരാൾ സിംഗപ്പൂറാണ്, ഒരാൾ ദുബായാണ്. വർഷത്തിൽ ഒരു ദിവസം വരും നിനക്കാണ്. അപ്പോ സന്തോഷം അഹംബോധത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മാത്രം കാണാതിരിക്കുന്നവർക്ക് അറിവ് എന്നും ഒരാവശ്യമാണ്. അതിന് വായനയായാലും വായിച്ചെന്ന് അറിയണമെന്നില്ല. പലരും എന്നോട് പരാതി, ഒരു കംപ്ലൈന്റ് പോലെ പറയാറുണ്ട്, പണ്ടൊക്കെ ഒരുപാട് വായിക്കരുത്, ഇപ്പൊ ഒരു പുസ്തകം എടുത്ത് നോക്കിയാൽ മനസ്സ് നിൽക്കില്ല. ഒരുപാട് പേരുടെ പരാതിയാണ്, പുസ്തകം എടുത്ത് നോക്കിയാൽ മനസ്സ് നിൽക്കില്ല. പലർക്കും ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമുണ്ട്. ഉറക്കക്കുറവായിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വെച്ച് വായിക്കും. എത്രയോ പേർ എന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സത്യമാണ് സർ, ഒരു പേജ് വായിച്ചപ്പോഴേക്കും പറയും. നിങ്ങൾ സിനിമ കണ്ടത് ഉറങ്ങുകയില്ല, പക്ഷെ പുസ്തകം വായിച്ചത് ഉറങ്ങും. കാരണം ബുദ്ധിക്ക് ബ്രെയിനിന് ഇതിനൊന്നും താല്പര്യം. അതേസമയം നിങ്ങൾ ആ
ബ്രെയിനിന് അതിനകത്ത് കൊടുത്തു നോക്കും, പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. അത് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. അത് ഉണരും. അപ്പോഴേക്കും അത് വളരെ സ്ട്രോങ് ആവും. അപ്പൊ നിങ്ങൾക്ക് ചിലർക്കുണ്ട് ഇങ്ങനെ കുറെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ ആ ദിവസത്തിന് ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യും. ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു.